ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നിക്കൽ അനാലിസിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ടുള്ള ഫിബ് റിട്രേസ്മെൻറ്റ് ടൂൾ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ടൂളിനെ പറ്റിയാണ്. അപ്പോൾ ഈ ടൂൾ നമുക്ക് എല്ലാ മാർക്കറ്റിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു എൻട്രി പോയിൻ്റ് അതേപോലെ എക്സിറ്റ് പോയിൻറ്റുകൾ എല്ലാം നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ എല്ലാ മാർക്കറ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഇപ്പോൾ ഏത് ഫോറക്സ് ആയാലും ക്രിപ്റ്റോ ആയാലും അതേപോലെ ഏത് മാർക്കറ്റ് ആയാലും നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു റിട്രേസ്മെൻറ്റ് പോയിൻ്റ് കണ്ടുപിടിക്കാം. അതേപോലെ നമുക്കൊരു എക്സിറ്റ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിബ് റിട്രേസ്മെൻറ്റ് ടൂൾ എങ്ങനെ നമുക്ക് ഡ്രോ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഒരു അപ്പ് ട്രെൻഡിലോട്ട് പോവുകയാണ്. എക്സാമ്പിൾ, ഓക്കെ, ഈ മാർക്കറ്റ് ഇപ്പോൾ അപ്പ് ട്രെൻഡിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ഇവിടെ ഒരു ലോ പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു സ്വിങ് ലോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആ സ്വിങ് ലോ. നമ്മളിപ്പോൾ നോക്കുന്നത് ഒരു ബൈ മാർക്കറ്റിൻ്റെ സെറ്റപ്പാണ്. ഒരു ബൈ ട്രേഡ് നമുക്ക് എങ്ങനെ ഡ്രോ ചെയ്യാന്നുള്ളതാണ് ഫിബ് റിട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ശേഷം മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു പോയിൻ്റ് എത്തിയിട്ട് ശേഷം റിവേഴ്സ് ചെയ്തു, താഴോട്ട് റിവേഴ്സ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ റിവേഴ്സ് ചെയ്ത് വരുന്ന ടൈമിൽ നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്ത് ഡ്രോ ചെയ്യുമ്പോൾ നമുക്കൊരു പോയിൻ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഈ ഒരു ലെവലായിരിക്കും നമുക്ക് ഫിബ് റിട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് കിട്ടുന്ന ഒരു ലെവൽ. അപ്പോൾ ഈ ഒരു ലെവൽ എത്തുന്ന ടൈമിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക് ഈ ഒരു പോയിൻ്റ് എത്തുന്ന ടൈമിൽ. അപ്പോൾ ഈ ഒരു ലെവൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ബൈ സെറ്റപ്പിൻ്റെ ഒരു ട്രേഡാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു സെൽ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം. മാർക്കറ്റ് ഇപ്പോൾ താഴോട്ട് പോവുകയാണ്. ഓക്കെ, മാർക്കറ്റ് താഴോട്ട് പോയി. ഇനി മാർക്കറ്റ് മുകളിലോട്ട് ഒരു റിവേഴ്സൽ നടത്തും. മാർക്കറ്റ് ഒരു റിവേഴ്സൽ നടത്തി ഈ ഒരു പോയിൻ്റ് എത്തുന്ന ടൈമിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമുക്ക് ഈ ഒരു ഇതേപോലെയുള്ള ഒരു പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫിബ് റിട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്വിങ് ലോയും ഹൈയും കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അത് ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചാർട്ടിൽ പോയിട്ട് എങ്ങനെയാണ് റിയൽ ചാർട്ടിൽ നമുക്കിത് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞൊരു ചാർട്ടാണ്, ഗോൾഡിൻ്റെ 5 മിനിറ്റ് ചാർട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു പോയിൻ്റ് കാണാൻ പറ്റും, ഒരു സ്വിങ് ഹൈയും ഒരു സ്വിങ് ലോയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഫിബ് റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ചിട്ട് ഇതിനെ മാർക്ക് ചെയ്തിട്ട് ഒരു ട്രേഡ് എടുക്കാൻ നോക്കുകയാണ്. നമുക്ക് ഒന്ന് ബാക്കിലോട്ട് റിപ്ലൈ കൊടുക്കാം ചാർട്ട്. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും താഴോട്ട് മാർക്കറ്റ് പോകുന്നുണ്ട്. മാർക്കറ്റ് പോയിട്ട് ഇവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ഒരു സ്വിങ് ഹൈയും ഒരു ലോ പോയിൻറ്റും കിട്ടി. നമ്മളിപ്പോൾ നോക്കുന്നത് ഒരു സെൽ ട്രേഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ടൂൾ ബോക്സിനകത്ത് വരുമ്പോൾ നമുക്കിവിടെ ഫിബ് റിട്രേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടൂൾ കാണാൻ പറ്റും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു സെറ്റിങ്സ് വേറെ ആയിരിക്കും. നമ്മളിപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് ലെവൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സിലോട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മളതൊന്ന് ഡ്രോ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൂൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഹൈ മുതൽ ലോ വരെ വരയ്ക്കുന്ന ടൈമിൽ നമുക്കൊരു ഒരു ഏരിയ കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഡിസ്കൗണ്ട് സോൺ, അല്ലെങ്കിൽ സെല്ലിലോട്ട് വരുമ്പോൾ നമുക്കൊരു പ്രീമിയം സോൺ കിട്ടും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തുന്ന ടൈമിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം നമുക്കൊന്ന് നോക്കാം. മാർക്കറ്റ് അവിടെ എത്തിയ ടൈമിൽ റിവേഴ്സ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു റിവേഴ്സൽ പോയിൻ്റ് കണ്ടുപിടിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു ട്രേഡ് നോക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഈ ഹൈയും ലോയും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു എൻട്രി പോയിൻ്റ് വയ്ക്കാം. നമ്മളിവിടെ നിന്ന് ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹൈയിൽ വന്നിട്ട് സ്റ്റോപ്പ് ലോസും വയ്ക്കാം. അതേപോലെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ലോയിൽ വന്നിട്ട് നമുക്ക് ടാർജറ്റും വയ്ക്കാം. മിനിമം ടാർജറ്റാണിത്. നമുക്കിതിന് താഴോട്ടും ടാർജറ്റ് വയ്ക്കാൻ പറ്റും. പക്ഷേ മാർക്കറ്റ് എത്രത്തോളം എക്സ്പാൻഡ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു സേഫ് ടാർജറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ഇത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 1:2 മേളിൽ നമുക്ക് റിവാർഡ് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ബെസ്റ്റ് ട്രേഡുകൾ എടുക്കാൻ പറ്റും ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട്.
അപ്പോൾ നമുക്ക് നിലവിലിപ്പോൾ ഒരു എൻട്രി പോയിൻറ്റും കിട്ടി, ഒരു എക്സിറ്റ് പോയിൻറ്റുകൾ കിട്ടി. സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് ലെവലും ഇവിടെ തന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള സെറ്റപ്പ് നമുക്ക് ഈ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതൊരു സെൽ ട്രേഡാണ്. ഇനി നമുക്കൊരു ബൈ ട്രേഡ് നോക്കാം. എല്ലാ സമയത്തും നമുക്കിങ്ങനെ ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നില്ല. ഓക്കെ, നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ്, ഈ ഒരു പോയിൻ്റ് നോക്കാം. ഈ നിലവിലിപ്പോൾ നമുക്കിവിടെ ഒരു സ്വിങ് ലോ കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു സ്വിങ് ഹൈ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. മാർക്കറ്റ് മേലോട്ട് പോയി, നമുക്കിവിടെ ഒരു സ്വിങ് ലോ കിട്ടി. ഓക്കെ, ഇവിടെ ഒരു സ്വിങ് ഹൈയും കിട്ടി. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, ഈ സ്വിങ് ലോ മുതൽ ഈ ഹൈ വരെ നമ്മളിവിടെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു പോയിന്റ് വന്നിട്ട് റിവേഴ്സ് ആവുന്നുണ്ട്. എന്നിട്ട് മാർക്കറ്റ് മേലോട്ട് മാർക്കറ്റ് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വിൻ്റെ ഈ ലോയിൽ വയ്ക്കാം, ടേക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് ഇവിടെ വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് പ്രോഫിറ്റ് അടിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല നല്ല ട്രേഡ്, ക്വാളിറ്റിയുള്ള ട്രേഡുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫിബ് റിട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഈ ഫിബ് റിട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൻ്റെ ട്രെൻഡിനൊപ്പം ആയിരിക്കണം ട്രേഡ് എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് എങ്ങനെ ഒരു ഹൈ ക്വാളിറ്റി ട്രേഡ് നമുക്ക് ഈ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് എടുക്കാൻ നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്വിങ് ലോ ഹൈ കിട്ടി, നമ്മളൊരു ഷോർട്ട് ട്രേഡാണ് നോക്കുന്നത്. ഒരു സ്വിങ് ഹൈയും ഇവിടെ ഒരു ലോയും കിട്ടി. ഓക്കെ, നമ്മൾ ഈ ഹൈ മുതൽ ലോ വരെ ഡ്രോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ കിട്ടുന്നുണ്ട്. ഇവിടെ ഓൾറെഡി ഒരു റിട്രേസ്മെൻറ്റ് ലെവൽ ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അത് കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു FVG ഇവിടെ കാണാൻ പറ്റും, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എന്തായാലും നമുക്കിപ്പോൾ ഒരു ഡബിൾ കൺഫർമേഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു FVG ഉണ്ട്, ഒരു ബെയറിഷ് FVG ഉണ്ട്, ഒരു റിട്രേസ്മെൻറ്റ് ഏരിയയും ഇവിടെ ഓൾറെഡി വരുന്നുണ്ട്, ഒരു പ്രീമിയം ഏരിയ വരുന്നുണ്ട്. നമുക്ക് ഡബിൾ കൺഫർമേഷനോട് ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് നമുക്ക് ഈ ഏരിയയിലോട്ട് തന്നെ മാർക്കറ്റ് എന്തായാലും വരും. അപ്പോൾ കുറച്ചുകൂടെ കൺഫർമേഷൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്ന ടൈമിൽ FVG കൂടെ ഉണ്ടാകുന്ന നോക്കിയിട്ട് ട്രേഡ് എടുത്താൽ മതി, അല്ലാതെയും ട്രേഡ് എടുക്കാം. അപ്പോൾ അത് FVG ഇല്ലെങ്കിലും മാർക്കറ്റ് ഒരു ഏരിയയിലോട്ട് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലോയും ഒരു ഹൈയും കിട്ടി. മാർക്കറ്റ് അതിനുശേഷം വന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് സോണിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും ഈ ഒരു സോണാണ് മേജറായിട്ടുള്ളൊരു സോണ്, ഈ ഒരു മിഡിൽ ലൈൻ. ഓക്കെ, അവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് മേലോട്ട് നടത്തിയിട്ടുണ്ട്. നമുക്കിവിടെ 1:5 അതിന് മേളിൽ മാർക്കറ്റ് മേലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈ ക്വാളിറ്റി ട്രേഡുകൾ നമുക്കിവിടെ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കി. ഇനി നമുക്ക് ഇത് ചാർട്ടിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ട്രേഡിംഗ് വ്യൂവിൻ്റെ ടൂൾ ബോക്സിനകത്ത് വന്നതിന് ശേഷം ഈ ഫിബ് റിട്രേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടൂൾ എടുക്കണം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡ്രോ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെയായിരിക്കും ആദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് സെറ്റിങ്സ് മാറ്റാനുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സെറ്റിങ്സിലോട്ട് പോവാം. ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ആദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്തിട്ട് ഈ കാണുന്ന ഒരു വാല്യൂയിലോട്ട് മാറ്റാം. ഓക്കെ, ഫസ്റ്റ് കോളത്തിൽ വരുന്നത് 0 ആണ്, സെക്കൻഡ് -1 ആണ്. ഓക്കെ, ശേഷം 0.618, -0.62, 0.705, -0.27, -0.79, 1. ഈ ലെവലുകൾ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ കാണുന്ന മറ്റുള്ള ബോക്സുകളെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് താഴോട്ട് വന്നിട്ട് ഈ കളറുകൾ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാം.
അതേപോലെ നമുക്ക് പ്രൈസസ് ഇവിടെ കാണുന്ന ചാർട്ട് കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഈ ഒരു ലെവൽ ഓപ്പൺ ആക്കി ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്കിവിടെ വരുത്താം. ഇതിന് ഓക്കെ കൊടുത്താൽ മതി. ഈ ഒരു സെറ്റിങ്സിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് നോക്കാം. ഒരു ഹൈ മുതൽ ലോ വരെ മാർക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചാർട്ടിൻ്റെ ഹൈ മുതൽ ലോ വരെ മാർക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ മാർക്കറ്റിൻ്റെ 0.705 നമ്മളെപ്പോഴും മാർക്കറ്റ് വരാൻ വേണ്ടി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ഓക്കെ, നമുക്കിവിടെ വരുമ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് നല്ല നല്ല ട്രേഡുകൾ നമുക്കിവിടെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ചാർട്ടിലൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമ്മളെ നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു നമ്മളിപ്പോൾ നിലവിൽ ചാർട്ടിൽ കാണുന്ന ഈ ഒരു ഇൻഡിക്കേറ്ററിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻഡിക്കേറ്ററും ഈ പറഞ്ഞ ഫിബ് റിട്രേസ്മെൻറ്റ് ടൂളും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ട്രേഡുകൾ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് വരുന്നുണ്ട്. ഈ ഒരു ടൂൾ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഈ കണ്ട ഒരു ഫിബ്സ് ലെവൽ സെറ്റിങ്സ് എന്ന് പറയുന്നത് ICT OTE ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി എന്ന് പറയുന്ന ഒരു ലെവൽസാണ്. മാർക്കറ്റ് എപ്പോഴും ഈ ഒരു ലെവലെത്തുന്ന ടൈമിൽ നമുക്ക് റിവേഴ്സിൽ കാണാൻ പറ്റും. മേജറായിട്ടുള്ള ടൈമുകളിൽ നമ്മളിപ്പോൾ കറക്റ്റ് ട്രെൻഡിലാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സിൽ കാണാൻ പറ്റും. ഈ ഒരു ലെവലെത്തുന്ന ടൈമിൽ നമുക്ക് റിവേഴ്സിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലെവലിനെയാണ് ഓപ്റ്റിമൽ ട്രേഡ് എൻട്രി എന്ന് പറയുന്നത്. ഈ ഒരു ലെവലെത്തുന്ന ടൈമിൽ മാർക്കറ്റിൽ ഒരു റിവേഴ്സ് നമുക്ക് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. എപ്പോഴും അത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. മേജറായിട്ടുള്ള ടൈമിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല ഹൈ ക്വാളിറ്റി ട്രേഡ്സൊക്കെ ഇവിടെ എടുക്കാൻ പറ്റും.